ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല നാടൻ വറ്റൽമുളക് ഇട്ടുണ്ടാക്കിയ ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാണാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ, ചെറിയ മീഡിയം പീസുകളാക്കിയത്, 2 സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം നമ്മുടെ ഉണക്കമുളകാണ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചിയും വെളുത്തുള്ളി സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്, ഒരു 3-4 ചെറിയ ഉള്ളി, പെരുംജീരകം, ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ, കറിവേപ്പില. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണ്ട, പതുക്കെ ഒന്ന് വാടി കിട്ടുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളി ഇവിടെ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വീണ്ടും. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ഉണക്കമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് നൽകുന്ന ഒരു സാധനം. ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പെരുംജീരകം 2 ചെറിയ സ്പൂണ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി മുളക് എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മിക്സിയിൽ നല്ല സ്മൂത്തായിട്ട് ഇത് അടിച്ചെടുക്കാം. നമ്മളുടെ ഉള്ളിയും മുളകും എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണിത്. ഇത് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, എല്ലാം കൂടെ വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനത് മിക്സി കഴുകിയെടുത്ത വെള്ളമാണിത്. ഈ വെള്ളവും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്
അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. പക്ഷേ ഇടയ്ക്ക് നിങ്ങളൊരു 6 അല്ലെങ്കിൽ 7 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടത് ആ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കാരണം അധികം സാധനങ്ങളൊന്നും വേണ്ട, അധികം വഴറ്റാനൊന്നുമില്ല. അപ്പം നമുക്കിതിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വിഭവമായി കാണുന്നത് വരെ ബൈ.